അപ്പോൾ അച്ഛാ നമസ്കാരം. നമസ്കാരമുണ്ട് മനോജി. ഓക്കെ. മനോജി ഈ സ്പിരിച്വൽ കാര്യങ്ങളും മറ്റും അതിലൊരു റിസർച്ച് നടത്തി ഒരു സയൻറ്റിഫിക് അപ്രോച്ച് എക്സിക്യൂട്ട് ചെയ്യണ ഒരു രീതിയാണല്ലോ. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം, ഇന്നത്തെ വിദ്യാഭ്യാസം അത് നമ്മുടെ യുവ തലമുറയ്ക്ക് എന്തുമാത്രം ഗുണകരമായിട്ട് മാറുകയും നല്ല മനുഷ്യന്മാരായിട്ട് മാറാനായിട്ട് അവരെ എന്തുമാത്രം സഹായിക്കുന്നുണ്ട്, അതല്ലെങ്കിൽ അല്ല എന്ന് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ, കോമ്പിനേഷൻ ഓഫ് ഹ്യൂമൻ ബീയിങ് ഈസ് ബോഡി, സോൾ ആൻഡ് മൈൻഡ്. അപ്പോൾ ഇതിൻ്റെ വളർച്ചയ്ക്ക്, ബോഡിയുടെ വളർച്ചയ്ക്ക് നമ്മൾ മാതാപിതാക്കൾ മക്കൾക്ക് അവർക്ക് സാമ്പാറും പപ്പടവും അതുപോലെ മുട്ട, മത്സ്യം, മാംസമൊക്കെ കൊടുക്കുന്നുണ്ട്. ബോഡിയുടെ വളർച്ച അവിടെ ഒരുവിധം നോർമലായിട്ട് പോകുന്നു. പക്ഷേ ഈ മാനസികമായിട്ട് വളർച്ചയ്ക്ക്, അതുപോലെ ആത്മീയമായ വളർച്ചയ്ക്ക് ഇന്നത്തെ വിദ്യാഭ്യാസം എന്തുമാത്രം ഉപകരിക്കപ്പെടുന്നു, ഗുണകരമാവണം അല്ലെങ്കിൽ അല്ല. അപ്പോൾ ഇതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാൻ. ഓക്കെ. തീർച്ചയായിട്ടും എഡ്യൂക്കേഷൻ സിസ്റ്റം, വിദ്യാഭ്യാസം നമ്മൾ സാധാരണ പറയുന്നത് പോലെ തന്നെ എപ്പോഴും ഒരു പരിണാമത്തിൻ്റെ ഘട്ടത്തിലാണ്, പരിണാമത്തിൻ്റെ പാതയിലാണ്. അത് പുരോഗമനാത്മകമാണ് എന്ന് നമ്മൾ പറയുമ്പോഴും ശരിക്കും ഒരു വിസ്ഡത്തിൽ നിന്ന്, ഒരു ജ്ഞാനത്തിൽ നിന്ന് വീക്ഷിക്കുന്ന ഒരു വ്യക്തിക്ക് വിദ്യാഭ്യാസ മേഖല ഇന്ന് പുരോഗമനാത്മകമല്ല, അത് തിരിച്ച് റിവേഴ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഈ രണ്ട് വാക്കും, വിദ്യാഭ്യാസവും എഡ്യൂക്കേഷനും ഒന്നല്ല രണ്ടാണ്. നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരത്തിൽ നിന്ന് നോക്കുമ്പോഴാണ് വിദ്യാഭ്യാസം, വിദ്യയെ അഭ്യസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചട്ടക്കൂടായിരുന്നു പണ്ട് നമുക്കുണ്ടായിരുന്നത്. പക്ഷെ ഇന്നത് എഡ്യൂക്കേഷനായിട്ട് മാറി, എഡ്യൂക്കേഷൻ അറിവ് നൽകുന്ന ഒന്നായിട്ട് മാറി. അപ്പോൾ അവിടെ അറിവ് മാത്രമേ പങ്കുവെക്കുന്നുള്ളൂ, വിദ്യ അഭ്യസിപ്പിക്കപ്പെടുന്നില്ല. യു മീൻ സ്കിൽസ്? സ്കിൽസ്. അതിനകത്ത് സ്കിൽസ് മാത്രമല്ല, ലൈഫ് സ്റ്റൈൽ, കൾച്ചർ, മൊറാലിറ്റി, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ വിദ്യാ അഭ്യാസത്തോടൊപ്പം തന്നെ ചേർന്ന് നിന്നിരുന്നു. ഇന്ന് മിയർ നോളജ്, ജസ്റ്റ് നോളജ് മാത്രമാണ്. ഇപ്പോൾ നമ്മൾ ഇന്ന് വൈകുന്നേരം ആ ട്യൂഷൻ സെൻറ്ററിൽ നിന്ന് സംസാരിച്ചപ്പോൾ കുഞ്ഞുങ്ങളോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ പഠിക്കുന്നത്? അപ്പോൾ കിട്ടിയ ആൻസേഴ്സ് എല്ലാം ചിന്തിക്കേണ്ടതാണ്. ജോലി കിട്ടാൻ, ഒരു പ്രൊഫഷൻ ഉണ്ടാക്കാൻ, കാശുണ്ടാക്കാൻ. സോ ഈ രീതിയിൽ എഡ്യൂക്കേഷൻ സിസ്റ്റം അധപ്പതിച്ചു. പണ്ട് നമ്മൾ വിദ്യ അഭ്യസിച്ചിരുന്നത് നല്ലൊരു കൾച്ചർ ഉണ്ടാകാനായിരുന്നു, നല്ല മനുഷ്യനാകാനായിരുന്നു, ആത്മബോധമുണ്ടാകാനായിരുന്നു, സംസ്കാരം ഉണ്ടാകാനായിരുന്നു. ഇതിനൊക്കെയായിരുന്നു വിദ്യാഭ്യാസം അന്ന്. പക്ഷെ ഇന്നത് മറ്റുദ്ദേശങ്ങളിലേക്ക് മാറിപ്പോയി. അപ്പോൾ കുഞ്ഞുങ്ങൾ പോലും വിദ്യ ഞാൻ അഭ്യസിക്കുന്നത് എനിക്ക് ജോലി കിട്ടാനാണ്, പൈസ ഉണ്ടാക്കാനാണ്, പ്രൊഫഷൻ സെറ്റ് ചെയ്യാനാണ് എന്നുള്ള ഒരു എയിമിലേക്ക്, ഒരു ചിന്താഗതിയിലേക്ക് അതിൻ്റെ ഉദ്ദേശശുദ്ധി മാറിപ്പോയി. ഇപ്പോൾ അച്ഛൻ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മളൊക്കെ വിദ്യാഭ്യാസം ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ ചെറിയ ഡീവിയേഷൻ വന്നു. പക്ഷേ ആ സമയത്തൊക്കെ ടീച്ചേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ പാഠ്യ വിഷയങ്ങൾക്ക് പുറമേ ഒരുപാട് അഡ്വൈസസ് നമുക്ക് നൽകുമായിരുന്നു. എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് കാണിച്ചു കഴിഞ്ഞാൽ നല്ല തല്ല് കിട്ടും, വഴക്ക് കിട്ടുമായിരുന്നു. പക്ഷെ ഇന്ന് ഒരു ടീച്ചറിന് ഒരു കുഞ്ഞിനെ അടിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യമില്ല, വഴക്ക് പറയാനായിട്ടുള്ള സ്വാതന്ത്ര്യമില്ല, കുഞ്ഞിന് ഏതെങ്കിലും കാര്യത്തിനകത്ത് കറക്ഷൻ കൊടുക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യമില്ല. ഞാൻ ഇടയ്ക്ക് ഒരു വീഡിയോക്കകത്ത് ഇങ്ങനെ ഒരു ചർച്ചയിൽ ഞാനിങ്ങനെ പറഞ്ഞിരുന്നു, ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അപ്പനും അമ്മയും ക്രിസ്ത്യാനിയാണെങ്കിൽ ക്രിസ്തീയമായിട്ടുള്ളൊരു കാഴ്ചപ്പാടിലാണ് ആ കുഞ്ഞിനെ ഒരു 3 വയസ്സ് വരെ അല്ലെങ്കിൽ 5 വയസ്സ് വരെ വളർത്തുന്നത്. ഫോർമേഷൻ. ഒരു ഹൈന്ദവ അപ്പനും അമ്മയാണെങ്കിൽ ആ കുഞ്ഞിനെ ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിലാണ് ഒരു 4 വയസ്സ് വരെ 5 വയസ്സ് വരെ വളർത്തുന്നത്. ഒരു ഇസ്ലാം ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ. ശരിയാണ്. പക്ഷേ നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് സ്കൂളിൻ്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ വിളിക്കുന്ന പേര് വിദ്യാർത്ഥി എന്നാണ്. വിദ്യ അഭ്യസിക്കാനായിട്ട് വന്നിരിക്കുന്ന വ്യക്തികളെ വിദ്യാർത്ഥി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ടീച്ചേഴ്സും പരസ്പരം കുട്ടികളും മതത്തിൻ്റെ അതിർവരമ്പുകളോ മതത്തിൻ്റെ കാഴ്ചപ്പാടോ ഇല്ലാതെയായിരുന്നു എല്ലാവരെയും കണ്ടിരുന്നത്. കറക്റ്റ്. നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ അപ്പുറത്തിരിക്കുന്നത് ഹൈന്ദവനാണോ നോക്കാറില്ല, ഇല്ല ഇസ്ലാമാണോ നോക്കാറില്ല, നമ്മളെല്ലാം പങ്കിട്ട് കഴിക്കുമായിരുന്നു. പക്ഷെ ഇന്ന് ഒരു ക്രിസ്ത്യാനിയുടെ പാത്രത്തിലേക്ക് ഒരു മുസ്ലിം സഹോദരൻ കൈവെക്കത്തില്ല, ഒരു ഹൈന്ദവന്റെ പാത്രത്തിലേക്ക് ഒരു ഇസ്ലാം കുട്ടി കൈവെക്കത്തില്ല. കാരണം അപ്പനും അമ്മയും പറഞ്ഞു വിട്ടിരിക്കുന്നത് ഹിന്ദുവിൻ്റെ പാത്രത്തിൽ നിന്ന് കഴിക്കരുത്, ഇസ്ലാമിൻ്റെ പാത്രത്തിൽ നിന്ന് കഴിക്കരുത്. ഈ വേലിക്കെട്ടുകൾ ഇന്ന്
എല്ലാ സ്ഥാപനങ്ങളിലും എവിഡൻ്റ് ആണ്. അപ്പോൾ വിദ്യയോടൊപ്പം കിട്ടേണ്ട സംസ്കാരം കട്ടായി. ഇനി ടീച്ചേഴ്സും ഈ ഇടയ്ക്ക് കൈവെട്ടിയ കേസൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അവിടെയെല്ലാം ടീച്ചേഴ്സിനെയും റെസ്ട്രിക്ഷനാണ്. അവർക്ക് കുഞ്ഞുങ്ങളെ ശരിയായ രീതിയിൽ മോൾഡ് ചെയ്യാനായിട്ടുള്ള സ്വാതന്ത്ര്യം ഇന്ന് ടീച്ചേഴ്സിനില്ല. എന്താണോ സിലബസ്, ആ സിലബസ് മാത്രം പഠിപ്പിക്കാനായിട്ടുള്ള ഒരു റോബോട്ടായിട്ട് ടീച്ചേഴ്സ് മാറുകയാണ്. അപ്പോൾ ശരിക്കും വിദ്യാഭ്യാസത്തിലൂടെ കിട്ടേണ്ടുന്ന മോറൽ സൈഡിൽ നിന്ന് കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നില്ല. ജസ്റ്റ് അറിവ് മാത്രം. അതും എന്തിനു വേണ്ടിയിട്ടുള്ള അറിവാണ്? ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുറച്ച് ധനസമ്പാദനത്തിന് വേണ്ടിയിട്ട് കുട്ടികളെ ഈ രീതിയിൽ ഫോക്കസ് ചെയ്താണ് നമ്മൾ ഈ 40 ദിവസം കൊണ്ട് വിരിയിച്ചെടുക്കുന്ന ഈ കോഴിക്കുഞ്ഞുങ്ങളെ പോലെ ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം രൂപകൽപ്പന ചെയ്യുന്ന ഒരു സാധനമായിട്ട് വിദ്യാഭ്യാസം മാറി. പക്ഷേ ഈ വിദ്യാഭ്യാസം ഈ രീതിയിൽ കൊണ്ടുവന്നതാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെസ്റ്റേൺ കൾച്ചറാണ്. നമ്മുടെ സംസ്കാരം ഇങ്ങനെ അല്ലായിരുന്നു, നമ്മുടെ വിദ്യാഭ്യാസം ഇങ്ങനെ അല്ലായിരുന്നു. പക്ഷെ വെസ്റ്റേൺ കൾച്ചറിൻ്റെ സംഭാവനയാണ് ഇന്നത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം. പക്ഷെ അവർ മാറി. വെസ്റ്റേൺ കൾച്ചറിനകത്ത് ഇപ്പം അങ്ങനെയല്ല, അവർ ഫാർ എഹെഡാണ്. പക്ഷെ അത് നമ്മൾ നോക്കിയിട്ട് ആ സിസ്റ്റം നമ്മളിപ്പോൾ അഡോപ്റ്റ് ചെയ്യുന്നില്ല. എന്താണോ നമുക്ക് വെസ്റ്റേൺ കൾച്ചർ സമ്മാനിച്ചത് അതിൻ്റെ ഒരു വേഴ്സ് സിസ്റ്റത്തിനകത്തേക്ക് പോയിരിക്കുവാണ്. അപ്പോൾ ഇന്ന് കുഞ്ഞുങ്ങളടുത്ത് പറയുന്ന പഠിക്കുക മാത്രം. എ ഗ്രേഡ് മേടിക്ക്, എല്ലാത്തിനകത്തും എ ഗ്രേഡ് മേടിക്ക്, നിന്റെ മാർക്സ് ഷീറ്റിനകത്ത് നിനക്ക് എല്ലാത്തിനകത്തും സ്കോർ ഉണ്ടാകണം, ഇത് മാത്രമാണ് ലക്ഷ്യം. പക്ഷെ ബാക്കിയൊന്നും അവന് കിട്ടുന്നില്ല. ഇനി മറ്റൊരു കാര്യം ഇതിൻ്റെ കൂടെ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനസിക വളർച്ച, ആത്മീയ വളർച്ച. ഓക്കെ, ഇതിൻ്റെ കൂടെ കിട്ടേണ്ട കാര്യം കിട്ടാതെ വേറൊരു കാര്യം കൂടി ഇതിനകത്ത് കടന്നു കയറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പറ്റീഷൻ. അപ്പോൾ വീട്ടിലും ഇതുണ്ട്, സ്കൂളിലും ഇതുണ്ട്. ഹരിയെ നോക്കടാ, എല്ലാത്തിനും A+. നീ എന്തിനാ ഇങ്ങോട്ട് വരുന്നേ? നിന്റെ മാർക്ക് കണ്ടില്ലേ? അവനെ നോക്കി പഠിക്കേ. പക്ഷെ ഈ കുഞ്ഞ് അക്കാഡമിക്ക് മാത്രമേ ചിലപ്പോൾ പിന്നോക്കം ഉണ്ടാകത്തുള്ളൂ. അവൻ്റെ കഴിവുകളിൽ, സ്കില്ലുകളിൽ അവൻ എക്സലൻ്റ് ആയിരിക്കും. ആ കാര്യത്തെ ഇവർ മറച്ചു വെക്കുക, പൂഴ്ത്തി വെക്കുക. അപ്പോൾ എപ്പോഴും ഇവനെ പിൻ പോയിന്റ് ചെയ്യുന്നത് സ്കോർ കാർഡ് കാണിച്ചിട്ടാണ്. അപ്പോൾ അവനിത് പഠിക്കാനുള്ള കഴിവ് അവനില്ല. മെമ്മറി ചിലപ്പോൾ അവന് നിൽക്കുന്നില്ലായിരിക്കും. പഠിച്ചത് സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇവനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇവന് ചിലപ്പോൾ വരയ്ക്കാനുള്ള കഴിവായിരിക്കും, പാടാനുള്ള കഴിവായിരിക്കും, കോർഡിനേറ്റ് ചെയ്യാനുള്ള കഴിവായിരിക്കും, ഏതെങ്കിലുമൊക്കെ മറ്റുള്ള സ്കില്ലായിരിക്കും ഇവന് ദൈവം കൊടുത്തിരിക്കുന്നത്. സോ ഇതിനെ പൂഴ്ത്തി വെച്ചിട്ട് ഇതിൻ്റെ പുറത്ത് പഠിക്കുക എന്നുള്ളൊരു ഫോക്കസിനകത്ത് ഇവനെ ഇട്ട് ട്യൂൺ ചെയ്ത് കഴിയുമ്പോൾ ഒരു സമയത്തും ഇവൻ്റെ ടെമ്പർ തെറ്റുമ്പം എന്താണോ ഇവൻ ആയിത്തീരരുതെന്ന് സമൂഹം ആഗ്രഹിക്കുന്നത് അത് ഇവൻ ആയിത്തീരും. അപ്പോൾ ഇവനായിരിക്കും മറ്റുള്ള കുട്ടികളെ ഉപദ്രവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ഒരു ആക്രമണ സ്വഭാവം ഉണ്ടാകുന്നത് ഈ ടെമ്പർ മൂത്തിട്ടായിരിക്കും. അല്ലെങ്കിൽ ഇവൻ തന്നെ ഇവൻ്റെ ശരീരത്തെയോ മനസ്സിനെയോ അല്ലെങ്കിൽ ജീവിതത്തെ തന്നെ നശിപ്പിക്കാനായിട്ട് ഇവൻ തീരുമാനമെടുക്കുന്നത് ഈ ഒരു കമ്പാരിസണും ഈ ഒരു കോമ്പറ്റീഷനും മനോഭാവം വെച്ചിട്ടായിരിക്കും. സോ ഇതാണ് ഇന്നത്തെ വിദ്യാഭ്യാസത്തിൻ്റെ തകർച്ച. സോ അവിടെ ഒരിക്കലും ഒരു മനസ്സിന് വളർച്ച കൊടുക്കാൻ, മാനസികമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കാൻ, അതിൻ്റെ മോറൽ സൈഡ് അവന് കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ, അവൻ്റെ ആത്മീയമായ കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇന്ന് ആരും തയ്യാറാകുന്നില്ല. അച്ഛന് ഓർമ്മയുണ്ടോ, നമ്മൾ പഠിച്ച സമയത്ത് നമുക്ക് മഹാഭാരതം പഠിക്കാനുണ്ടായിരുന്നു. മഹാഭാരതത്തിനകത്ത് ചില കഥകളുണ്ടായിരുന്നു, രാമായണത്തിനകത്തുള്ള ചില കഥകളുണ്ടായിരുന്നു. അങ്ങനെ പല ഗ്രന്ഥങ്ങളിലെ മതഗ്രന്ഥങ്ങളും പ്രതിപാദിക്കുന്ന മോറൽ സൈഡ് പ്രതിപാദിക്കുന്ന വിഷയങ്ങൾ പാഠ്യപദ്ധതിയുടെ ഭാഗമായിരുന്നു. അതൊന്നുമില്ല. അപ്പോൾ ശരിക്കും ഒരു ക്രിസ്ത്യാനിയും ഹൈന്ദവൻ്റെ പുരാണങ്ങളെക്കുറിച്ച് അവെയറാവും, ഒരു ഇസ്ലാമും ഹൈന്ദവൻ്റെ ഇതിനെക്കുറിച്ച് അവെയറാവും. അതുപോലെ തന്നെ ഒരു ക്രിസ്ത്യാനിയും ഒരു ഹൈന്ദവനും ഇസ്ലാമിൻ്റെ പശ്ചാത്തലത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ഇങ്ങനെ ഒരു കൾച്ചറേഷൻ, അങ്ങനെ ഒരു സമ്പ്രദായം അല്ലെങ്കിൽ ഒരു സംസ്കാരം നമ്മൾ നിലനിർത്തിയിരുന്നു. പക്ഷെ ഇതൊക്കെ ഇന്ന് കൈമോശം വന്നു പോയി. ഇന്ന് ഒരു ഇസ്ലാമിനെ കാണുന്നത്, ഒരു ഹിന്ദുവിനെ കാണുന്നത് ക്രിസ്ത്യാനി അറപ്പോടുകൂടിയും വെറുപ്പോടുകൂടിയാണ്. ഇവൻ ഞങ്ങളെപ്പോലെയല്ല, ഇവൻ മറ്റേ ഒരുപാട് അന്യ ദൈവങ്ങൾ ആരാധിക്കുന്നവനാണ്. ഇവൻ ഇങ്ങനെയൊന്നുമില്ല, ഇവനെ പഠിപ്പിക്കുന്നത് വെട്ടാനും കുത്താനും ചാകാനും വേണ്ടിയിട്ട് അങ്ങനെ ഫോക്കസ് ചെയ്യുന്നവനാണ്. അപ്പോൾ ആ ഒരു സെപ്പറേഷൻ ഈ കുഞ്ഞു പ്രായത്തിൽ തന്നെ മനസ്സിനകത്ത് കയറിക്കൂടുകയാണ്. ഇതാണ് ഒരു കാര്യം എൻ്റെ വീക്ഷണത്തിനകത്ത് വന്നിരിക്കുന്നത്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ അടുത്ത് വിളിച്ചിരുത്തി സൗഹൃദപരമായി സംസാരിച്ച് കഴിയുമ്പോൾ ഈ കുഞ്ഞ് നേരിടുന്ന മാനസിക പ്രശ്നങ്ങൾ, ടെൻഷൻ, സ്ട്രെസ്, സ്ട്രെയിൻ നമ്മൾ ഊഹിക്കാവുന്നതിൻ്റെ അപ്പുറത്താണ്. കുഞ്ഞുങ്ങൾ ഹാപ്പിയല്ല, അവർക്കൊരിക്കലും സന്തോഷിക്കാൻ പറ്റുന്നില്ല.
പക്ഷെ ആലോചിച്ചോക്കെ നമ്മൾ സ്കൂളിൽ പോയി എന്ത് സന്തോഷത്തില്ല അന്നത്തെ കാലത്ത് തിരിച്ചു വരുന്നത് എന്ത് ആഹ്ലാദിച്ചിട്ട് ആ കൂട്ടുകാരോടൊത്ത് പാടി പാടി തിമിർത്ത് ചിരിച്ച് കിലോമീറ്ററുകളോളം നടന്ന് പോയാലും നമുക്കതിലൊരു മടുപ്പില്ല. പക്ഷെ ഇന്നത്തെ പിള്ളേർ സ്കൂളിൽ പോകുന്നത് വലിയ ടെൻഷനോടുകൂടിയാണ്, സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വരുന്നത് നരകത്തിൽ പോകുന്നത് പോലെ. സോ അവർക്ക് സ്കൂളിലും ഒരു പീസ് ഓഫ് മൈൻഡ് ഇല്ല, സന്തോഷമില്ല, വീട്ടിൽ വന്നാലും ഇല്ല. 24 മണിക്കൂറും ഇവരെ ട്യൂൺ ചെയ്തിരിക്കുന്നത് പഠിക്കുന്ന. നമ്മൾ കുറച്ച് പഠിച്ചിട്ട് കൂടുതൽ സമയം നമ്മൾ ലൈഫ് എൻജോയ് ചെയ്ത വ്യക്തികളാണ്. കളിക്കും, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഡിസ്കഷനും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ വ്യാപൃതരായിരുന്നു. പക്ഷെ ഇന്നത്തെ കുഞ്ഞുങ്ങളെ നോക്കിയേ, സ്കൂളിൽ പോകണമെങ്കിൽ നമ്മൾ കൊണ്ടുവിടും, സ്കൂൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വിളിച്ചുകൊണ്ട് കൊണ്ടുവരും. കുഞ്ഞുങ്ങളുമായിട്ടുള്ള ഇൻട്രാക്ഷൻ ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കളികളില്ല. സോ എല്ലാ കാര്യത്തിനകത്തും പാരൻസും ടീച്ചേഴ്സും റെസ്ട്രിക്ഷൻസ് വെച്ചേക്കുക. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഒരു തരത്തിലുള്ള എക്സ്പോഷർ ഇല്ല. അപ്പോൾ അവരുടെ മൈൻഡ് വീക്കായി ഒന്നും സെൽഫായിട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള മാംസപിണ്ഡങ്ങളായി നമ്മളെ കുഞ്ഞുങ്ങൾ മാറുവാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ സ്കൂളിൽ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്ക് ചെയ്യാനായിട്ടുള്ള കാര്യത്തിൻ്റെ ഒരു ലിസ്റ്റ് അമ്മ അവിടെ എഴുതി വെച്ചേക്കും. അന്ന് ഞങ്ങൾക്ക് ആടുണ്ട്, പശുവുണ്ട്, പോയി പുല്ല് പറിക്കണം, ആടിനുള്ള പച്ചില ഉണ്ടാക്കണം, അത് കഴിഞ്ഞ് ചിലപ്പോൾ റേഷൻ കടയിൽ പോയിട്ട് അരിയോ പഞ്ചസാരയോ മേടിച്ച് വെക്കാണ്ടി വരും. അപ്പോൾ ഇതെല്ലാം നമ്മളാ ചെയ്യേണ്ടേ. ഇന്ന് നമ്മൾ കുഞ്ഞുങ്ങളെ എന്ത് ഉത്തരവാദിത്വം ഏൽപ്പിക്കണം? അതൊന്നും ചെയ്യാൻ പറ്റില്ല അവർക്ക്. സോ നമ്മൾ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അതെ അവർക്ക് ഒരു ആക്സസ് ഇല്ല. അതെ. അപ്പോൾ നമ്മൾ സൈക്കിളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ നടന്നു പോകുമ്പോൾ സമൂഹമായിട്ട് ഇൻട്രാക്ട് ചെയ്തിരുന്നു, വ്യക്തികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിരുന്നു. അപ്പോൾ നമ്മുടെ ആ മൈൻഡിൻ്റെ ബോൾഡ്നെസ്, ആൾക്കാരുമായിട്ടുള്ള സഹകരണം, സഹവാസം, ഇതെല്ലാം നമ്മൾ ഈ കുഞ്ഞു പ്രായത്തിൽ തന്നെ നമ്മൾ അറിഞ്ഞോ അറിയാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിരുന്നു. പക്ഷെ ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് ഇതൊന്നും ഇല്ല. സോ ഇതെല്ലാം എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനകത്ത് വന്നിരിക്കുന്ന പോരായ്മകളാണ്. അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ ഇതിനെ വീക്ഷിക്കുന്നത്. ഇനി അച്ഛൻ്റെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞേ. അല്ല, ഞാൻ ഇപ്പോൾ ഈ അടുത്ത കാലത്തുണ്ടായേക്കണ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ ഒരു ചെറുപ്പക്കാരനല്ലേ കടയിൽ നിന്ന് ചിറ്റിയെ മേടിച്ചു കൊടുന്ന് അമ്മേനെ തലയ്ക്കടിച്ച് കൊല്ലാൻ നോക്കിയതും, അനിയനെ തലയ്ക്കടിച്ച് കൊന്നു, കാമുകീനെ തലയ്ക്കടിച്ച് കൊന്നു, പിന്നെ വണ്ടി വിളിച്ചു പോയി ആളുടെ ബന്ധുവിനെ, അങ്കിളിനെ ആൻറ്റീനെയൊക്കെ തലയ്ക്കടിച്ച് കൊന്നു. അപ്പോൾ മനോജി പറയും പോലെ തന്നെ അവരനുഭവിക്കുന്ന ഒരു മാനസിക പിരിമുറുക്കങ്ങൾക്ക് അതിന് നോക്കുമ്പോൾ ആരെങ്കിലും അവരുടെ മനസ്സൊന്ന് തുറക്കാനോ ആരെങ്കിലോ ഒക്കെ ആയിട്ട് പങ്കുവെക്കാനോ അവർക്കൊരു അവസരം കിട്ടിയിരുന്നെങ്കിൽ ഇത് സംഭവിക്കാറുന്നോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് പിന്നെ ലഹരിക്ക് അടിമപ്പെട്ടു അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എന്നാലും ഈ മാനസിക വളർച്ച, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു മാനസിക വളർച്ച ഈ പുതിയ തലമുറയ്ക്ക് ആ എഡ്യൂക്കേഷനിൽ നിന്ന് അവർക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ കൊലപാതകങ്ങളും ഇതുണ്ടാവണത്. അതുമായിട്ട് ബന്ധപ്പെട്ട തന്നെയാണല്ലോ മോറാലിറ്റി. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ സ്കൂളുകളിലൊക്കെ ഒരു റൊട്ടീൻ പോലെ നിന്നു നാഷണാന്തം ചൊല്ലി പ്രാർത്ഥിച്ചു, പിന്നെ ഇവരുടെ സിലബസ് അങ്ങ് പോവാണ്. അപ്പം നമ്മുടെ മൈൻഡിനെയും അതുപോലെ നമ്മുടെ ശരീരത്തിനൊക്കെ നിയന്ത്രിക്കേണ്ട കാര്യമാണ് ആത്മശക്തി. ആത്മശക്തിയാലാണ് നമുക്ക് മാനുഷികമായിട്ടുള്ള പ്രലോഭനങ്ങൾ ഉണ്ടാവുക, ശാരീരികമായിട്ടുള്ള തൃഷ്ണകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ആത്മശക്തി കൊണ്ടാണ് ഇതിനെ മറികടക്കേണ്ടത്. പക്ഷേ ഈ ഒരു ആത്മശക്തിയൊന്നും ഇവര് പ്രാപിക്കുന്നില്ല. വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ സ്കൂളുകളിൽ കിട്ടുന്ന വിദ്യാഭ്യാസം മാത്രമല്ല, ഈ ഫോർമേഷൻ കിട്ടുന്നുണ്ടല്ലോ മതസ്ഥാപനങ്ങളിലും, ഈ എന്താ പറയുക മോസ്കിൽ നിന്നും അതുപോലെ തന്നെ ഈ പള്ളികളിൽ നിന്നൊക്കെ ഇവർക്ക് മതപഠനങ്ങൾ ഇവർ നടത്തുന്നുണ്ടല്ലോ. അതിൽ നിന്ന് ഇവർക്ക് ആത്മീയ വളർച്ച ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ആത്മീയ വളർച്ച ഇവർക്ക് കിട്ടുന്നില്ല, ഒട്ടും കിട്ടുന്നില്ല. അപ്പം അത് കിട്ടിയിരുന്നുവെങ്കിൽ ഞാൻ പറയുന്നത് ആ എഡ്യൂക്കേഷനിൽ മതപഠനം എന്നല്ല പറയാം, നമ്മൾ എന്തിനാ പറയാം, മതബോധനം, വേദോപദേശം, അങ്ങനെയല്ലേ നമ്മൾ ചെറുപ്പത്തിൽ പറഞ്ഞത്, വേദോപദേശം. അപ്പോൾ ഈ വേദമൊക്കെ ഇങ്ങനെ ഉപദേശിച്ച് ഇത് അവസാനം ഈ ഒരു മോറൽ കോൺഷ്യൻസ് ഇവർക്ക് രൂപപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ഈ കൊലപാതകം നടത്താനോ അല്ലെങ്കിൽ മോഷ്ടിക്കുക അല്ലെങ്കിൽ മറ്റുള്ള മനസാക്ഷിക്കും അതുപോലെ തന്നെ
ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ഇന്നത്തെ യുവതലമുറ ചെയ്യാൻ അവർക്കൊരു മടിയില്ല. അതെ, അച്ഛൻ ഇത് പറഞ്ഞപ്പോഴാണ് ഈ ഒരു പ്രബോധനം, മതസ്ഥാപനങ്ങൾക്ക് കിട്ടുന്ന പ്രബോധനം. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ കുഞ്ഞിലെ സൺഡേ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എന്നെ പഠിപ്പിച്ച ചില അധ്യാപകർ, എല്ലാവരും ഒന്നും പറയുന്നില്ല, ചില അധ്യാപകർ അന്നുള്ള മിഷണറിമാരുടെ കഥകൾ പറഞ്ഞു തരുമായിരുന്നു. അവരുടെ ത്യാഗ മനോഭാവം, പാവപ്പെട്ട ആൾക്കാരെ സഹായിച്ചത്, മറ്റുള്ളവരെ കരുതിയത്, അവരുടെ ലൈഫും അവരുടെ പ്രൊഫഷനൊക്കെ മാറ്റിവെച്ചിട്ട് അങ്ങനെ കമ്പാഷൻ മൈൻഡോടുകൂടെ മറ്റുള്ളവരെ ചേർത്ത് പിടിച്ചത്. അവിടെ മതം നോക്കിയിട്ടില്ല, ജാതി നോക്കിയിട്ടില്ല, വിദ്യാഭ്യാസ യോഗ്യത നോക്കിയിട്ടില്ല. സോ ആ രീതിയിലുള്ള കഥകളും അങ്ങനെയുള്ള അനുഭവങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കലി അങ്ങനെയുള്ള കാര്യങ്ങൾ രൂപപ്പെട്ട് വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്നുള്ള മതസ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുന്നത് അരവണ പായസം കഴിക്കരുത് കേട്ടോ, പാവമാണ്, അവൻ ഹലാൽ ചിക്കനാ, ഹലാൽ ചിക്കൻ കഴിക്കാൻ പാടില്ല. അപ്പൊ ഇങ്ങനെയുള്ള വിഷമാണ് ഇന്ന് മത പഠനശാലകളിൽ നിന്ന് കിട്ടുന്നത്. മറ്റുള്ളവരെ കരുതാനല്ല, നിന്റെ മതമാണ് വലുത്, നിന്റെ ഈ ഒരു കൾച്ചറാണ് ശരിക്കുമുള്ള നേരായിട്ടുള്ളത്. അവരുടെ മതത്തിലേക്ക് എങ്ങനെ ആളെ കൂട്ടാം. ഈ കുട്ടികൾ കൂടുതൽ ചില മതങ്ങൾ കൂടുതൽ അവർ ആളെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് കുട്ടികളുടെ എണ്ണം കൂട്ടി ആ കുട്ടികളെ മദ്രസകളിലേക്ക് അതുപോലെ മതസ്ഥാപനങ്ങളിലേക്ക് പറഞ്ഞു വിട്ട് അവർക്ക് ഈ മതപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അത് ക്വാണ്ടിറ്റി വർദ്ധിപ്പിക്കുക, ക്വാളിറ്റി. അതെ, ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ്. ഒരു ആത്മീയമായിട്ടുള്ള ഒരു വളർച്ച അത് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും ഒരു സമത്തോടു കൂടി ഒരു സമഭാവന ഉണ്ടാവും കുട്ടികൾക്ക്. എല്ലാവരും ദൈവമക്കളാണ്, സഹോദരങ്ങളാണെന്നുള്ളൊരു ആ ഒരു സംഗതി വരുന്നില്ല. അപ്പോഴേക്കും അവിടെ നീ പള്ളിയല്ലേ, ഇപ്പൊ ഈ ചെറിയ കുട്ടികൾ പ്രണയം കേൾക്കുന്നുണ്ട്, നീ പള്ളിയല്ലേ, നീ അമ്പലല്ലേ. അവർക്കറിയാം നീ ഹിന്ദു ആണോ മുസ്ലിം ആണെന്നല്ല, അവരുടെ ഒരു ടേം, അവരുടെ ചെറിയ ഒരു ബുദ്ധിയിലാണ് ഈ കുഞ്ഞു പിള്ളേർ പറഞ്ഞത്, നീ അമ്പലം അല്ലേ, ഞാൻ പള്ളിയല്ലേ എന്നൊക്കെ ഉള്ളത്. പക്ഷെ അതിൽ ഉപരി അവർക്ക് ഒരു ആത്മീയമായിട്ടുള്ള ഒരു വളർച്ച അവർക്കില്ല. അതുപോലെ തന്നെ ഈ മാനസികമായിട്ടുള്ള ഇപ്പോൾ മനോജി പറഞ്ഞല്ലോ, ഈ പിരിമുറുക്കങ്ങൾ വരുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഭരണാധികാരികളൊക്കെ പറഞ്ഞിട്ടുണ്ട് സൂംബ ഡാൻസ് വേണം, സ്കൂളുകളിൽ സൂംബ ഡാൻസ് വേണം. അപ്പോൾ കുറച്ച് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ സ്കൂൾ വിടുന്നേക്കാളും മുമ്പ്, കുട്ടികൾ പോണേക്കാളും മുമ്പാണ് ഈ പിരിമുറുക്കം മെല്ലെ കുറച്ചിട്ട് വിടാൻ വേണ്ടിയിട്ടാണ് അത്. അപ്പം എനിക്കത് തോന്നി അതൊരു നല്ല കാര്യമാണ്. കുറച്ചൊരു ഇതാകുമ്പോൾ കുട്ടികൾക്ക് ഒരു റിലീസ് കിട്ടും. ആത്മീയ വളർച്ച ഇല്ലാത്തതിൻ്റെ ഒരു ഒന്നാമത്തെ തെളിവ്, ഇപ്പോൾ ഒരു കുട്ടി ഏറ്റുന്നു, ടീച്ചർ ചോദിച്ചു, എന്തെങ്കിലും ചോദ്യം ചോദിച്ചു, ഒരു കുട്ടി ഏറ്റുന്നു, അപ്പോഴേക്കും അടുത്തിരിക്കണവൻ ഊർപ്പിച്ച പെൻസിൽ വെച്ചു കൊടുക്കുകയാണ്. ഇവൻ ഇരിക്കുമ്പോൾ കൊള്ളണം, ഇവന് ഇവിടെയൊക്കെ തുളഞ്ഞു കയറണം. ഈ ക്രൂരതയാണ്. അപ്പൊ അതൊക്കെയാണ് ഇവരുടെ ചെറിയ ചെറിയ കുറുമ്പുകൾ. അതെ.